ഈശ്വർ മാൽപ്പെ അവിടെ നിന്ന് മടങ്ങി എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അവിടെ ജില്ലാ ഭരണകൂടവുമായുള്ള ഒരു ഭിന്നതയെ തുടർന്നാണ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിയത്. പലപ്പോഴായി ഈ രക്ഷാദൗത്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അദ്ദേഹം പൂർണ്ണ പിന്തുണ അർപ്പിച്ച് പുഴയിൽ എത്രത്തോളം വിഷമകരമായ ഘട്ടത്തിലും അദ്ദേഹം പുഴയിൽ ഇറങ്ങി പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ജില്ലാ ഭരണകൂടവുമായുള്ള ഭിന്നതയെ തുടർന്നാണ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിയത്. തങ്ങളുമായി സഹകരിക്കുന്നില്ലെന്നും തങ്ങളുടെ നേരെ അവർ മോശമായി പെരുമാറിയെന്നും തുടർന്നുള്ള ആരോപണങ്ങൾ ഈശ്വർ മാൽപ്പെ ഉന്നയിക്കുന്നുണ്ട്. ഒരു തരത്തിലും ഈശ്വർ മാൽപ്പയെ അനുനയിക്കാനുള്ള ശ്രമവും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് നേരത്തെ അവരുടെ അധികൃതർ പറയുകയുണ്ടായി. ഇപ്പോൾ റിട്ടയർ മേജർ ജനറൽ ഇന്ദ്രബാലൻ നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ്. സർ നമസ്കാരം. സാർ നാളെ ശിരൂരിലേക്ക് തിരിക്കുന്നുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നു. അതിൽ ഒരു തീരുമാനമായിട്ടുണ്ടോ? തീരുമാനമായിട്ടുണ്ട്. അവിടുത്തെ MLA ശ്രീ സതീഷ് ജി രാവിലെ വിളിച്ചിരുന്നു. അവർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ വരാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ തിരച്ചിലിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ CP3 എന്ന പോയിന്റ് കേന്ദ്രീകരിച്ചാണല്ലോ തിരച്ചിൽ ശരിയായ ദിശയിലാണ് എന്ന് പറയാവോ? എനിക്ക് ഇവിടുന്ന് അത് അറിയാൻ പറ്റില്ല എക്സാക്ട്ലി ഏത് പോയിന്റിലാണ് പോയിരിക്കണമെന്ന്. അപ്പൊ നാളെ എത്തിയിട്ട് എനിക്ക് എന്തെങ്കിലും കൃത്യമായി പറയാൻ പറ്റുള്ളൂ. പക്ഷെ CP1 ചിലപ്പോ ഫസ്റ്റ് റൗണ്ട് തെരഞ്ഞത്. അവിടെയാണ് അവർക്ക് 2 വീൽസും പിന്നെ കുറച്ച് പാർട്സ് കിട്ടിയിരിക്കണത്. മോസ്റ്റ് ലൈക്ലി അത് ഇതിന്റെ ബെൻസിന്റെ അല്ല, ചിലപ്പോ അത് വേറൊരു ട്രക്ക് ഉണ്ടായിരുന്നില്ല, ഫ്യൂൾ ടാങ്കർ, അതിന്റെ ആയിരിക്കുന്ന ചാൻസ് ആണ്. അതെ, ഇന്നലെ കണ്ടെത്തിയ ടയറുകൾ അതുപോലെ കയറുകളും ഇന്നലെ കണ്ടെത്തിയിരുന്നല്ലോ. അത് അർജുന്റെ ലോറിയുടേതല്ല എന്നാണ് ഇന്നലെ സ്ഥിരീകരണം ഉണ്ടായിരുന്നത്. ഇപ്പോൾ CP3 കേന്ദ്രീകരിച്ച് നടക്കുന്ന തെരച്ചിലിൽ ഇപ്പോൾ ഇത് കുറച്ചു നേരത്തെ മുന്നാണ് അവിടെ നിന്നൊരു സ്കൂട്ടർ ഉയർത്തിയത്. ഒപ്പം നേരത്തെ ഈശ്വർ മാൽപ്പെ നടത്തിയ തെരച്ചിൽ അവിടെ തടിക്കഷ്ണം കണ്ടെത്താനായി എന്നും നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നു. അപ്പോൾ അവിടെ ലോറി ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവോ? അത് നമ്മൾ നോക്കുന്നത് CP4 ആണ് പ്രതീക്ഷിക്കുന്നത് ലോറി ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. കാരണം അവിടെയാണ് നമുക്ക് മാക്സിമം മാഗ്നറ്റിക് സിഗ്നൽസും റഡാറിന്റെ സിഗ്നൽസും കിട്ടിയത്. അപ്പോൾ അത് ഒരു മണ്ണിന്റെ താഴെ മറിഞ്ഞ് കിടക്കുകയാണ്. അതന്നെ നമ്മുടെ അഭിപ്രായം. ഇതിന് മുന്നേ ഇപ്പോൾ 3ാം ഘട്ട തെരച്ചിലാണല്ലോ നടക്കുന്നത്. അപ്പോൾ 1ാം ഘട്ട തെരച്ചിലും 2ാം ഘട്ട തെരച്ചിലും സാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം വന്നപ്പോഴും അപ്പോഴും ഈ CP4 തന്നെയാണ് ലോറി ഉണ്ടാകാൻ സാധ്യത എന്ന് അന്നും പറയുകയുണ്ടായി. അപ്പോൾ ഇനിയിപ്പോൾ നാളെ വരുന്ന തെരച്ചിൽ അവിടെ തന്നെ ആകുമോ കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ അവിടെ തന്നെ കേന്ദ്രീകരിച്ചാണോ കൂടുതൽ തെരച്ചിൽ നടത്താൻ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അതന്നെ നമ്മുടെ പ്രയത്നം തന്നെ ആയിരിക്കും. പിന്നെ അവർക്ക് വേറെ എന്തെങ്കിലും നാവിഗേഷനിൽ കുറച്ച് മാറ്റമൊക്കെ ഉണ്ടെങ്കിൽ അത് എക്സാക്ട് ഒരു പോയിന്റ് കൊടുക്കാനായിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോ അവിടെ വന്നിട്ട് അതിന് കാരണം ആ വെള്ളത്തിന്റെ മിഡ് സ്ട്രീം ആയ കാരണം കറക്റ്റ് പോയിന്റ് കണ്ടുപിടിക്കാൻ കുറച്ച് പ്രോബ്ലം ആയിരിക്കും. മൺകുഴിയൊക്കെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടുണ്ട്. അത് ശരിയായി പറഞ്ഞു കൊടുക്കാനാണ് അവിടെ പറയുന്നത്. നാളത്തെ തിരച്ചിലും താങ്കൾ ഐബോട്ട് സംവിധാനം ഉപയോഗിച്ചാണോ തെരച്ചിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്? ഐബോട്ട്സ് വരില്ല അവിടെ. പക്ഷെ നമുക്ക് നമ്മൾ നോക്കിയ പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. ആ കോർഡിനേറ്റ്സിനെ ശരിക്കും ഗ്രൗണ്ടിൽ പറഞ്ഞു കൊടുക്കാൻ, ഗ്രൗണ്ടിൽ അതിന്റെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് വരുന്നത്. ഐബോട്ട്സ് അവിടെ വരില്ല എന്നാണ്. നാളത്തെ തിരച്ചിലിനായി ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ ഏത് തരത്തിലായിരിക്കും സാർ? ബേസിക്കലി നമ്മൾ GPS ഉപയോഗിക്കും. നമ്മുടെ ഉള്ള മൊബൈലില് പിന്നെ ഒരു പാഡ് GPS ഉണ്ട്. അത് GPS ഉപയോഗിച്ചിട്ട് അതിനെ നമ്മൾ കണ്ടുപിടിച്ചെടുക്കാൻ പോകും. അപ്പോഴും ഈ മണ്ണിനടിയിലാണ് ലോറി എന്ന് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അപ്പോഴും ആ മണ്ണ് മാറ്റി ലോറി പുറത്തെടുക്കണം എന്നുള്ളതൊരു വെല്ലുവിളിയാണല്ലോ. യെസ്, അതാണ് അവർ ട്രൈ ചെയ്യുന്നത്. കാരണം എനിക്ക് സതീഷ് MLA അവിടെ ഒരുപാട് പ്രയത്നങ്ങൾ ചെയ്യുന്നുണ്ട്. അവരുടെ സിൻസിയറിറ്റിയും അവരുടെ കമ്മിറ്റ്മെന്റ് കണ്ടിട്ടാണ് ഞാൻ അവിടെ വരുന്നത്. അപ്പൊ അവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അവരുടെ പ്രയത്നങ്ങൾ എങ്ങനെ സക്സസ് ആക്കാൻ പറ്റും, അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ അവിടെ വരുന്നത്. ഈ മണ്ണ് മാറ്റാനുള്ള ശ്രമങ്ങളായിരിക്കും അപ്പോൾ നാളെ പ്രധാനമായും നടക്കുക. മണ്ണ് മാറ്റിയതിന് ശേഷമായിരിക്കും ലോറി പുറത്തിറക്കാനുള്ള ഒരു നീക്കമുണ്ടാവുക. കാരണം ട്രെജർ വെച്ചിട്ട് മണ്ണ് മാറ്റാനും ഈസി അല്ല. അവിടെ കുറച്ച് എഞ്ചിനീയറിംഗ് ഒക്കെ നോക്കേണ്ടി വരും, കുറച്ച് ഇന്നോവേഷൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അതിനെ പ്രയത്നം ചെയ്താൽ ഒരു ടീമായിട്ട് ഇറ്റ് വിൽ ബി ബെറ്റർ പെർഫോമൻസ്. കുറച്ച് ശ്രമകരമായ ദൗത്യമാണ് മണ്ണ് മാറ്റുക എന്നുള്ളത്. മറ്റൊരു കാര്യം കൂടെ ഇതിനിടയിൽ സംഭവിച്ചത്, ഈശ്വർ മാൽപ്പയെ അവിടെ നിന്ന് മടങ്ങിയെന്ന് താങ്കൾ അറിഞ്ഞു കാണുമല്ലോ. ഒരു ജില്ലാ ഭരണകൂടമായുള്ള ഭിന്നതയെ തുടർന്നാണ് അദ്ദേഹം അവിടുന്ന് മടങ്ങിയത്. എന്താണ് താങ്കൾക്ക് അതിൽ പറയാനുള്ളത്? ഇതിനെപ്പറ്റി എനിക്ക് ശരിക്കും അറിവില്ല എന്തായിന്ന്. പക്ഷെ ഈശ്വർ മാൽപ്പെ അവിടെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഹെൽപ്പ് ഉണ്ടായെന്നെ. കാരണം ഡ്രൈവർ ഉണ്ടെങ്കിൽ
അവിടെ പോയി താഴെ പോയിട്ട് മണ്ണ് അവിടെ മാറ്റിയെടുക്കേണ്ടത് മാറ്റി കഴിഞ്ഞിട്ട് അവിടെ എന്ത് കാണാൻ പറ്റേണ്ടത് അതുണ്ടെങ്കിൽ ഒരു സപ്പോർട്ട് ആയെന്നെ. ഈശ്വർ മാൽപ്പ ഉണ്ടെങ്കിൽ നമുക്കൊരു നല്ല സപ്പോർട്ടാണ് അവിടെ. ഇപ്പോൾ കുറച്ച് സമയം മുന്നെയാണ് ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ പ്രതികരിച്ചിരുന്നത്. ഈ ഡ്രെഡ്ജിങ്ങും അതുപോലെ ഈ ഡൈവിങ്ങും അപകടമാണ്, ഒരുമിച്ച് നടത്തുന്ന അപകടമാണെന്ന് നേരത്തെ ജില്ലാ കളക്ടർ പ്രതികരിക്കുകയുണ്ടായി. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അപ്പോൾ അത്തരത്തിൽ നടത്താൻ സാധിച്ചില്ലെങ്കിൽ അത് ഈ ദൗത്യത്തിനൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രതിസന്ധി ഉണ്ടാക്കില്ലേ? അല്ല, ഒരുമിച്ച് നടത്തേണ്ട ആവശ്യമില്ല. നമ്മൾ ഡ്രെഡ്ജിങ് ചെയ്തിട്ട് മണ്ണ് മാറ്റി കഴിഞ്ഞിട്ട് താഴെ പോയിട്ട് ആരെങ്കിലും നോക്കിയാൽ അവിടെ ട്രക്ക് ഉണ്ടോ, ട്രക്കിന് എന്തെങ്കിലും ഭാഗം കാണാൻ പറ്റുന്നുണ്ടോ, അത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നല്ല സപ്പോർട്ട് ഉണ്ടാവും. കുറച്ചുകൂടെ കോൺഫിഡൻസ് കിട്ടും. ഏതെങ്കിലും പാട്ട് കണ്ടാൽ അതിന് നമുക്ക് ഈശ്വർ മാൽപ്പ ഉപയോഗിക്കാൻ പറ്റും. അതെ, എന്തായാലും ഈശ്വർ മാൽപ്പെ അവിടെ നിന്ന് മടങ്ങിയിരിക്കുകയാണ്. ഈ മണ്ണ് മാറ്റുന്ന ദൗത്യം അത് ശ്രമകരമാണ്. അപ്പോൾ അതിന് നാളെ ഇപ്പോൾ അത് തുടങ്ങുകയാണെങ്കിൽ തന്നെ അതിനും ഒരുപാട് സമയം എടുക്കില്ലേ? ആ ഒരു മണ്ണ് മാറ്റിയിട്ട് വേണമല്ലോ പിന്നീട് അതിനടിയിൽ നിന്നുള്ള ലോറി പുറത്തെടുക്കാൻ. കറക്റ്റ്. അത് വെരി ഡിഫിക്കൽട്ട് ഓപ്പറേഷൻ. ടൈം എടുക്കുന്ന ഇതാണ്. പക്ഷെ നമുക്ക് ഫസ്റ്റ് മണ്ണ് മാറ്റിയിട്ട് അവിടെ തന്നെ ലോറി ഉണ്ടോ അത് കൃത്യമായി ചെയ്താൽ പിന്നെ സെക്കൻഡ് ഫേസ് ഓഫ് ഓപ്പറേഷൻ ഈ ലോറി എങ്ങനെ എടുക്കാം അതിന് പ്ലാനിങ് ചെയ്യാൻ പറ്റും. ഈ ഡ്രെഡ്ജിങ് ചെയ്യുമ്പോൾ അത് താങ്കളുടെ ഒരു രക്ഷാദൗത്യത്തിന് താങ്കളുടെ മെത്തേഡ്സിന് അതൊരു ഏത് തരത്തിൽ ബാധിക്കും സർ? ഡ്രെഡ്ജിങ് ചെയ്യുമ്പോൾ ബേസിക്കലി അവർ ഡ്രെഡ്ജിങ് പറഞ്ഞ മണ്ണ് മാറ്റുകയാണ് ഗ്രൗണ്ടിൽ നിന്ന്. അപ്പോൾ അത് ഡ്രെഡ്ജറിന്റെ ഡിസൈൻ അതിന്റെ മണ്ണ് മാറ്റാനായിട്ടാണ്. പക്ഷെ ഒരുപാട് ലോഡ് അതിൽ ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ലോഡ് ലിഫ്റ്റ് ചെയ്യാനായിട്ട് ട്രക്ക് പിക്കപ്പ് ചെയ്യണമെങ്കിൽ അതിൽ മേലെ ക്രെയിൻ കയറ്റിയിട്ടോ അല്ലെങ്കിൽ അതിന്റെ ലോഡ് കപ്പാസിറ്റി നോക്കിയിട്ട് അത് പ്ലാനിങ് ചെയ്യേണ്ടി വരും. അതൊക്കെ കൂടി നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ടാണ് ഞാനും അവിടെ വരുന്നത്. സ്റ്റെപ്പ് ഈസ് നമുക്ക് കറക്റ്റായി പോയിന്റിനെ ഗ്രൗണ്ടിലെ വെള്ളത്തിന്റെ അവിടെ ഐഡന്റിഫൈ ചെയ്യുക. പിന്നെ ഡ്രെഡ്ജറിനെ അവിടെ പോയി നിർത്തിയിട്ട് ആ സ്ഥലത്തിന് നമ്മൾ മണ്ണ് മാറ്റുക. പിന്നെ മണ്ണ് മാറ്റിയിട്ട് അവിടെ ലോറിയുടെ ഏതൊക്കെ പാർട്സ് കാണാൻ പറ്റുന്നുണ്ട് അത് കണ്ടുപിടിക്കുക, അത് കൃത്യമായി നോക്കുക. പിന്നെ കണ്ട പാർട്സിനെ പിടിച്ചിട്ട് അവിടെ കയറി കെട്ടിയിട്ട് ഇതിനെ പുറത്തെങ്ങനെ എടുക്കുക, അതൊക്കെയാണ് പ്ലാനിങ് ചെയ്യേണ്ടത്. വളരെ നന്ദി ഇന്ദ്രബാലൻ സാർ നമ്മളോട് പ്രതികരിച്ചതിന്. എന്തായാലും സാറും കൂടി അവിടെ എത്തി ഈ ഒരു ദൗത്യത്തിൽ അത് പ്രതീക്ഷയാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു സാർ. ഈ വാർത്തയിലേക്ക് തന്നെ തിരികെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം.